എന്നാ പാലെന്നാ. അതെന്താ പാലെടുക്കാൻ പറ്റാത്തത്? അതെന്താ എൻ്റെ പാല് മാത്രം എടുക്കാൻ പറ്റാത്ത കാരണം എന്താ? ഞാൻ ഈ പാത്രത്തിൽ കൊണ്ടുവന്ന പാലെടുക്കാൻ കാരണം എന്താ? എൻ്റെ പാലിന് എന്താ കുഴപ്പം? ഞാൻ ഇവിടെ 6-7 വർഷമായിട്ട് പാൽ ഒഴിക്കുന്നല്ലോ. എൻ്റെ പാലിനെന്താ? എൻ്റെ പാലിന് വല്ല പ്രത്യേകതയുണ്ടോ? അല്ല, എൻ്റെ പാലിന് എന്താ കുഴപ്പം? എൻ്റെ പാല് മാത്രം നിങ്ങൾ എടുക്കത്തില്ലെന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ പേരിൽ അടിക്കുന്ന ബില്ല് ഒരാളുടെ പേരിൽ അടിച്ചു വയ്ക്കുന്നത്. എനിക്കും പ്രത്യേകിച്ച് ഞാനും ചേച്ചിട്ട് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ചേച്ചി ഇന്നലെ മോശമായിട്ട് എന്നെ എൻ്റെ ഭാര്യയും ചീത്ത വിളിച്ചു. ഞങ്ങൾ അത് സഹിച്ചു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ചീത്ത വിളിച്ചു. പ്രസിഡന്റ് പാല് തട്ടി പറഞ്ഞു. എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പാല് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഴിക്കാത്തത്? ഞാൻ കൊണ്ട് കറന്നുകൊണ്ടിരുന്ന ഈ പാല് നിങ്ങൾ നോക്കുന്ന മോശമായിട്ടുള്ള വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ വീഡിയോ സഹിതം എൻ്റെ ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മിൽമയിൽ ഞാൻ ഒഴിക്കുന്ന പാല് മാത്രമാണ് പ്രത്യേകിച്ച് കുഴപ്പം? നിങ്ങൾ മറ്റാരും ഒഴിക്കുന്ന പാലിന് കുഴപ്പമില്ല. ഞാൻ പാൽ ഒഴിച്ചാൽ കുഴപ്പം. നിങ്ങൾ എൻ്റെ പേരിൽ അടിക്കുന്ന ബില്ല് മറ്റൊരാളുടെ പേരിലേക്ക് നിങ്ങളെ ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന പാല് മാത്രം പ്രത്യേകം വിട്ടിട്ട് അത് കുഴപ്പമെന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ കളഞ്ഞു. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടെ ഒഴിക്കുന്ന പാലിന് എനിക്ക് പൈസ ഇല്ല. 1 മാസത്തിന് വേണ്ടി നടന്നു. 1 വർഷമോ 10-15 പ്രാവശ്യം ചേച്ചി എൻ്റെ ബില്ല് സജീവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേരിൽ അടിച്ചു വെച്ച് എനിക്ക് എന്തോരം നഷ്ടം വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ ചിരിക്കല്ലേ? ഇപ്പൊ 1 വർഷം മുന്നേ നടന്ന സംഭവം. അപ്പോഴും സംഭവം നടന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്റെ പാല്, ഞാൻ ഒരു പാവപ്പെട്ട കർഷകനായിട്ടുള്ള എന്റെ പാല് ഈ സൊസൈറ്റി ഒഴിക്കാൻ പറ്റുന്ന വെച്ചാൽ എന്ത് ന്യായ? വർഷമായിട്ട് ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ CPM പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ ഒരു മാസം 10-60 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം. എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ? അതുകൊണ്ട് ഈ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പാല് തലയെക്കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്നെ ദ്രോഹിക്കുകയാണ്. ഈ പരവൂര് നെടുങ്കോലം കൂനേൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാകാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10-22 ലിറ്റർ പാല് 1-2 വർഷം 6 വർഷമായിട്ട് ഒഴിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ്. എന്റെ പാല് മാത്രം കുഴപ്പം. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി വെക്കുന്ന പാലിന് കുഴപ്പമില്ല. നിങ്ങൾ ഈ വീട് മാക്സിമം ഷെയർ ചെയ്യുക. യഥാർത്ഥ ഈ സൊസൈറ്റിയിൽ പാൽ ഒഴിക്കുന്ന ഇവർക്ക് അധികാരമുണ്ട്. യഥാർത്ഥ ഒരു വ്യക്തികൾക്ക് ഇവരെടുത്ത ജീവനക്കാർ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ സൊസൈറ്റി പാലൊഴിക്കുന്ന ഒരു ഇതുമില്ല. ഇപ്പൊ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ വിഷ്ണു ഇത്തരത്തിൽ പാല് ഒഴിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ. എന്താ വിഷ്ണു, എന്താണ് ശരിക്കും സംഭവിച്ചത്? സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടില് സാധാരണ കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഞാനിവിടെ പല ആളുകൾക്കും പശുക്കൾ കൊടുക്കുമ്പോൾ ഇവരെല്ലാം ഈ സൊസൈറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഏകദേശം 1 വർഷം മുന്നേ എനിക്ക് ഈ പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒഴിക്കുന്ന പാലിന്റെ ബില്ല് വേറൊരാളുടെ പേരിലാണ് പലപ്പോഴും ഒഴിക്കുന്നത്. സജീവ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ഒഴിക്കുന്നത്. പലപ്പോഴും ഞാനിത് സംഘത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള താര എന്ന് പറയുന്ന ആ ചേച്ചിയെടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അല്ല, ബില്ല് മാറേണ്ട കാര്യം എന്താണ്? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. പലവട്ടവും ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പിലും അവർ പറയുന്നുണ്ട് 1 വർഷം മുന്നേ നടന്ന സംഭവമല്ലേ എന്ന്. അല്ല, 1 വർഷത്തിന് ശേഷവും ഇവർ ഈ പറഞ്ഞ പോലെ ഈ ബില്ലിനകത്ത് ഞാൻ ഒഴിക്കുന്ന 18, 16, 17 ലിറ്റർ പാല്, ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ട് ഒഴിക്കുന്ന പാല് പലപ്പോഴും ഈ ബില്ലിനകത്ത് വരുന്ന പേര് വേറൊരാളുടെ പേരാണ്. അത് ത്രൂ ഔട്ടായിട്ട് വരുന്ന സജീവ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ്. ഞാൻ പലപ്പോഴും ഇത് സംഘത്തിൽ പറയുമ്പോൾ അവരപ്പോൾ തന്നെ ആ ബില്ല് മാറ്റിത്തരും. ഞാനപ്പോൾ ചോദിച്ചത് നിരന്തരം ഇങ്ങനെ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലെ പൈസയല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഇവർക്ക് എന്നോട് ഒരു പ്രത്യേക ഒരു വൈരാഗ്യമാണ് സംഘത്തിലെ അവിടുത്തെ എല്ലാ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്കും. അപ്പം അങ്ങനെ ഒരു ടൈം വന്നതിന് ശേഷം ഞാൻ കൊണ്ട് ഒഴിക്കുന്ന പാലുകൾ മൊത്തത്തിൽ മിസ്റ്റേക്ക് എന്നാ പറയുന്നത്. ഞാൻ ഒഴിക്കുന്ന ചിലപ്പം 10 ലിറ്റർ ആയിരിക്കും, ചിലപ്പോൾ 15 ലിറ്റർ ആയിരിക്കും. ഇതെല്ലാം കൂടി ഒരുപാട് കർഷകരുടെ പാല് മിക്സ് ചെയ്താണ് ഒരു ക്യാനിൽ പോണത്. എന്റെ പാല് മാത്രം കേടാണെന്ന് ഇവർ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ പാല് സ്മെല്ലാണെന്നാ പറയുന്നത്. അങ്ങനെ സ്മെല്ലുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്? എനിക്ക് ബില്ലും തന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പാല് കേടായെന്ന് പറയുന്നത്. ഒരു 1 അല്ല 2 അല്ല 2-3 വട്ടമായി സംഭവം.
അവസാനം ഞാൻ ഇതിനകത്ത് വിഷമം കൊണ്ട് ഞാൻ ഇത് ഡയറി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഞാൻ ഈ കാര്യം ബോധിപ്പിച്ചു. അതിനുശേഷം ഇവരെല്ലാവരും തീരുമാനിച്ച് എന്റെ പാല് സെപ്പറേറ്റ് ആയി പൊക്കിക്കൊണ്ടിരുന്നത്. ഇത്രയും ദിവസം സെപ്പറേറ്റ് ആയി പൊക്കിക്കൊണ്ടിരുന്നത് പാലിന് യാതൊരു കുഴപ്പമില്ല. ഈ കൊണ്ടൊഴിക്കുന്ന പാലിനകത്ത് നിന്ന് ഒരു സാമ്പിൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. കാരണം ഇവർ പിന്നീടും വിളിച്ച് പാല് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഈ സാമ്പിൾ ഞാൻ ഇവിടെ ഞാൻ അടുത്തുള്ള പരിസരത്തുള്ള വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ പാൽ ഉപയോഗിക്കുന്നു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിനുശേഷം ഇവിടുന്ന് പലപ്പോഴും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പാല് ഞങ്ങൾ ചൂടാക്കി ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടാണ് കൊണ്ടുപോകണം. അപ്പൊ ഇന്നലെ ഞാൻ ഈ സാമ്പിൾ എടുത്തില്ല. പക്ഷെ ഇന്നലെ രാവിലെ കൊണ്ടുപോയ പാല് അവിടുത്തെ സംഘത്തിൽ വർക്ക് ചെയ്യുന്ന മിനി എന്ന് പറയുന്ന ചേച്ചി ഇത് സാമ്പിൾ എടുക്കുകയും ഇത് റീഡിങ് നോക്കുകയും ഇതിന്റെ SNFും റീഡിങ്ങും ഒക്കെ നോക്കി എനിക്ക് ബില്ല് തരികയും ചെയ്തു. പക്ഷേ 9:30 മണിയായപ്പോഴത്തേക്കും ലീവിലുണ്ടായിരുന്ന സെക്രട്ടറി ആയിട്ടുള്ള താര എന്ന് പറയുന്ന ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു പാല് പിരിഞ്ഞു. ഞാൻ പറഞ്ഞു അതെങ്ങനെ പിരിയുന്നത്? അപ്പോഴും ഞാൻ കൊണ്ടുവന്ന ക്യാനിൽ കുറച്ച് പാൽ ഇരിപ്പുണ്ട്. ഒരു കാൽ ഗ്ലാസോളം പാൽ ഇരിപ്പുണ്ട്. ആ ക്യാൻ കഴുകിയിട്ടില്ല. അതിലെ പാലിൽ നമ്മൾ വെള്ളം ചേർത്ത് ഇവിടെ ചൂടാക്കി നോക്കിയ വീഡിയോ ഞാൻ എന്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അത് പിരിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ബാലൻസ് ഇരുന്ന പാല് ചൂടാക്കി 9:30 മണിക്ക്, പിരിഞ്ഞിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ പാല് വിളിച്ച് ചോദിച്ചു, അവിടെയും പിരിഞ്ഞിട്ടില്ല. പിന്നെ ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നെ തകർക്കുക. ഞാനവിടെ അവരെ പബ്ലിക്കലി പറഞ്ഞു ഇവിടെ പാൽ ഒഴിക്കേണ്ട, നിനക്ക് വേറെ എവിടെയെങ്കിലും ഒഴിച്ചുകൂടെ? കാരണം ഈ ബില്ല് മാറ്റിയടിക്കുന്നതിനെ കുറിച്ചുള്ള പ്രശ്നത്തെ തുടർന്നാണ് അവർക്ക് എന്റെ അടുത്ത് ഇത്രയും ദേഷ്യം ഉണ്ടായത്. കാരണം ആളുകൾ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എത്ര നാളുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ പാല് ഈ സൊസൈറ്റിയുമായിട്ട്? ഞാൻ എന്റെ ഡിഗ്രി കാലഘട്ടം മുതലേ ഞാൻ അവിടെ പാൽ ഒഴിക്കുന്ന ഒരു വ്യക്തിയാണ്. 6 വർഷത്തോളമായി പാല് ഞാൻ ആ സംഘത്തിൽ ഒഴിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അന്ന് തൊട്ട് ഈ പ്രശ്നങ്ങളുണ്ടോ അതോ ഈ അടുത്ത സമയത്തായിട്ടാണോ ഇത് ഉടലെടുത്തത്? അന്നൊന്നും ആദ്യ കാലഘട്ടത്തിലൊന്നും എനിക്ക് വലിയ അളവിൽ ഞാൻ ഒഴിക്കാറില്ലായിരുന്നു. കൂടിയ 4 or 3 ആരംഭഘട്ടത്തിൽ ഞാൻ പശു വളർത്തി തുടങ്ങിയ സമയമായിരുന്നു, പഠന സമയത്ത്. ആ സമയത്തൊന്നും എനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടില്ല. ഞാനിവിടെ സ്വന്തമായിട്ട് അടുത്ത സമയത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പശുക്കളുടെ സെയിൽ തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഓക്കെ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും വലിയ രീതിയിൽ ഒരു ഡയറി ഫാം നടത്തുന്നതിന്റെ എന്തെങ്കിലും വൈരാഗ്യം? അത് മാത്രമല്ല, ഞാൻ ഇവിടെയുള്ള കറവക്കാരെയോ ആരെയോ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടാണ് ഇത്രയും എഫേർട്ട് ഇട്ട് ഞാനും എന്റെ വൈഫും ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഞങ്ങൾ പശുക്കളെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഇത് ചെയ്തു പോകുന്നത്. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ കംപ്ലൈന്റ് എന്തെങ്കിലും ചെയ്തോ അവര്? ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം ഇവിടെ എന്റെ വൈഫിനെ ഇന്നലെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി എന്റെ വൈഫിനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യങ്ങൾ പറയുകയും പാൽ ഒഴിക്കാൻ പറ്റത്തില്ലെന്നും കൂട്ടമായിട്ട് പരിഹസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിന്ദു ചന്ദ്ര, അതുപോലെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള താര, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി സ്മിത, ഇതെല്ലാം പറയും. ഇന്നിപ്പം പോലീസ് കംപ്ലൈന്റ് ഞങ്ങൾ പോലീസുകാരെ രാവിലെ വിളിച്ച സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സാറിനെ വിളിച്ച സമയത്ത് കോൾ ഫോർവേഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അവിടെ GD ചാർജിൽ നിന്ന് സാറാ എടുത്തത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ടെന്നും ഞങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധം ഉണ്ടെന്നും ഞങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞങ്ങളിപ്പോ ഏകദേശം 1 മണിയായപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. ഇവിടെ പറഞ്ഞു ഞങ്ങൾ 5 മണിക്ക് വരണം, അത് ഡിഫോമേഷൻ കേസാണ്, ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന കാര്യമില്ല, കാരണം ഞങ്ങളുടെ ഒരു സോളിഡ് എവിഡൻസ് ആണ്, ഞങ്ങളുടെ പ്രതിഷേധമാണ് നടത്തിയത്. കാരണം അവർക്ക് 11,500 രൂപയുടെ നഷ്ടം, അതായത് കള്ള രീതിയിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നവർക്ക് വെറുതെ കൊണ്ടുവന്ന് അവിടെ ഒരു നാശനഷ്ടവും ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്കാണ് നഷ്ടം ഉണ്ടായത്. ഇന്നലത്തെ 20 ലിറ്ററോളം പാല്, ഇന്നത്തെ 22 ലിറ്ററോളം പാല് ഞങ്ങൾ തലയിൽ കൂടി ഒഴിക്കുമ്പോൾ ഞങ്ങളുടെ പാൽ എടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ പാൽ ഒഴിക്കേണ്ടത്? നഷ്ടം ഉണ്ടായത് ഞങ്ങൾക്ക്. അവർക്ക് നഷ്ടം ഉണ്ടായി എത്ര? 11,000. എന്ത് രീതിയിലാണ് ഈ 11,500 രൂപ നഷ്ടം ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണമല്ലോ. അപ്പൊ അവിടെ നിന്ന് വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴത്തേക്കും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, കാരണം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തിനാ വീഡിയോ ഇട്ടതെന്നാണ്. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടത് എന്റെ ഈ അവസ്ഥ നാളെ ഒരു കർഷകർക്കും പുതുതലമുറയിലോട്ട് വരുന്ന ഒരു സംരംഭകനും സൊസൈറ്റിയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള പാൽ സൊസൈറ്റിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രംഗത്തോട്ട് വരരുത്. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഇത്രയും ലിറ്റർ പാൽ അല്ലെങ്കിൽ മേഡം ഞാൻ എന്താ ചെയ്യുക? എന്റെ വീടിന് അടുത്തുള്ള സൊസൈറ്റിക്ക് എനിക്ക് ഒഴിക്കാൻ പറ്റൂ? ഞാൻ ഇപ്പൊ ഈ 2 ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അടുത്ത് വേറൊരു സൊസൈറ്റി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് വേറൊരു സൊസൈറ്റി പോയി കഴിഞ്ഞാൽ അവിടെയും ഇവര് ചിലപ്പോൾ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമായാലോ. അതുകൊണ്ട് ഈ സൊസൈറ്റി തന്നെയാണ് ഞാൻ മാക്സിമം ഒഴിക്കാൻ നോക്കിയത്. ഇനിയും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും? ഇവിടെ തന്നെ പാല് കൊടുക്കാനാണോ തീരുമാനം? മാഡം, എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. കാരണം ഇങ്ങനെയുള്ള നിമിഷ നേരം കൊണ്ട് ഒരു സംഘമായിട്ട് നിന്ന് മാറുന്ന ഒരു കൂട്ടത്തിൽ വീണ്ടും കൊണ്ട് ഞാൻ പാലൊഴിക്കുമ്പോൾ ആ സംഘത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ആൻസർ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഡയറി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചപ്പോൾ DO മാഡം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് സംഘമല്ലേ, അവർക്കും വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല.
ഇങ്ങനെ ഒരു സംഘത്തിൽ ഞാൻ വീണ്ടും പാലൊഴിച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ കൃത്യമായ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വെച്ചിരുന്ന പാല് ചൂടാക്കിയിട്ട് ഒരു കുഴപ്പവും ഇല്ല. അവിടെ മിൽക്ക് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചള്ളു പാല് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അവർക്ക് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. മണത്തിലാണെങ്കിലും രുചിയിലാണെങ്കിലും കാണുന്ന ടെക്സ്ചറിലാണെങ്കിലും അറിയാൻ പറ്റും. ഇവർ അങ്ങനെ ഉള്ള പാലാണെങ്കിൽ അവിടെ വെച്ച് മാറ്റാം. ഇവർ അങ്ങനെ ഒന്നും മാറ്റുന്നില്ല. അവർക്ക് ടെക്സ്ചറും അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കാണുമ്പോൾ അറിയാം. പിന്നെ കൊണ്ടുപോയതിനു ശേഷം അവരെന്തെങ്കിലും എന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് ഈ കൃത്രിമം ചെയ്തിട്ട് അത് ഞാൻ ഒഴിക്കുന്ന പാല് കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേർതിരിവായിട്ട് തന്നെ കാണുന്നത്. ഓക്കെ താങ്ക് യു വിഷ്ണു, താങ്ക് യു.